അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തുടക്കക്കാർക്ക് പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു വളയാണ്. വള എന്ന് പറയുമ്പോൾ നല്ല ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ വള. വളരെ സിമ്പിളാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വളയാണ് കേട്ടോ. അപ്പം നമുക്ക് സമയം കളയാണ്ട് വളയിലേക്ക് കിടക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ചെറിയ ക്രിസ്റ്റൽ ബീഡുകളില്ലേ, നല്ല തിളക്കമുള്ള ചെറിയ മുത്തുകളാണ്. പിന്നെ നമ്മുടെ ഈ വളയുടെ ഫ്രെയിം, ഇതിനകത്താണ് നമ്മൾ ഈ മുത്തുകളെല്ലാം തുന്നി പിടിപ്പിച്ച് ഒട്ടിച്ച് അതൊരു വളയാക്കി മാറ്റാൻ പോകുന്നത്. ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നേ, ഇതൊക്കെ എങ്ങനെയാണ് വാങ്ങിക്കുന്നതെന്നൊക്കെ ഒരുപാട് പേര് പേഴ്സണലി വന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ക്രാഫ്റ്റ് ഷോപ്പുകളിൽ അവൈലബിൾ ആട്ടോ. ഓൺലൈനായിട്ട് നമുക്കിത് വാങ്ങിക്കാൻ പറ്റുമേ. അപ്പം ഇത് ഈ മുത്ത് ഞാനിവിടെ കോർത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വളയുടെ അളവിനനുസരിച്ചുള്ള മുത്തുകൾ ഞാൻ നേരത്തെ തന്നെ കോർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാ നമ്മുടെ നൂലിലാണ് ഞാൻ കോർത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നൈലോൺ ത്രെഡ് എന്നൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ അതിലൊക്കെ കോർക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ നൂലിലാണ് കോർത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ വളയുടെ ഫ്രെയിം, ഇത്ര സാധനങ്ങൾ മതി കേട്ടോ. ഈ വളയുടെ ഫ്രെയിം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഇതിനകത്ത് നിറച്ച് ചെറിയ ചെറിയ ഹോളുകളാണ്. അപ്പം ഞാൻ ആദ്യം ഈ ഹോളിനകത്തൂടെ ഈ കോർത്ത് വെച്ചിരിക്കുന്ന സൂചി കയറ്റിയിട്ട് അകത്തേക്ക് എടുക്കാണ്. കണ്ടോ, ഇതേപോലെ നല്ലപോലെ ടൈറ്റ് ചെയ്തെടുക്കാണ്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കോർത്ത് വെച്ചേക്കുന്ന ഈ മുത്തുകളില്ലേ, ഈ മുത്തുകളെല്ലാം ഈ വളയുടെ ഫ്രെയിമിലേക്ക് നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഒട്ടിച്ച് വെക്കാൻ പോവാണേ. മുത്ത് കണ്ടില്ലേ, പെട്ടെന്ന് തെന്നിപ്പോവും. അപ്പോൾ ഒട്ടിക്കുവാണെങ്കിൽ ഇത് അതേപോലെ ഇരുന്നോളും. അപ്പോൾ ഞാൻ ഒട്ടിച്ച് വെക്കാൻ പോവാം, അപ്പോൾ ഒന്നും കൂടി ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഒട്ടിച്ച് വെക്കുകയാണ്. ഇവിടെ ഒട്ടിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പശയുണ്ടല്ലോ, ഈ B7000 ഗ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പശയാണ്. ഇതാണ് പശ. ജ്വല്ലറി മേക്കിങ്ങിനും ഹെയർ ബാൻഡ് ഉണ്ടാക്കാനും എല്ലാത്തിനും ഞാൻ ഉപയോഗിക്കുന്ന ഒരു പശയാണ്. നല്ല അടിപൊളി പശയാണ് കേട്ടോ. ഇതും ഓൺലൈനായിട്ട് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് നല്ല കുറഞ്ഞ റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതായത് കുറച്ച് സമയം കൊണ്ട് നല്ലപോലെ ഒട്ടിക്കിട്ടുകയും ചെയ്യും. പിന്നെ അതവിടെ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. നല്ല വൈറ്റ് കളറിൽ ജെല്ലായിട്ട് ഇരിക്കുന്നത് കൊണ്ട് പശ ഉണങ്ങിയാലും പശ അവിടെ ഉണ്ടെന്നുള്ള ഒന്നും തോന്നത്തില്ല. അപ്പം പശ ഇതേപോലെ നല്ലപോലെ ഫ്രെയിമിലേക്ക് തൂത്ത് കൊടുത്തിട്ട് ഇതേപോലെ ടൈറ്റ് ചെയ്ത് മുത്തുകളെല്ലാം ഒട്ടിച്ചു കൊടുക്കുവാണേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മുത്തുകൾ എത്രണ്ണമാണ് എന്ന് ആദ്യം നോക്കി നമ്മൾ കോർത്ത് വെക്കുക. എന്നിട്ട് ഇതേപോലെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഇത് ഈ ഫ്രെയിമിലേക്ക് ഒട്ടിച്ച് കൊടുക്കുവാണേ. കണ്ടില്ലേ, ഇതേപോലെ നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഏത് മുത്തുകൊണ്ടും വള ഉണ്ടാക്കാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഈ വള എന്ന് പറഞ്ഞ എല്ലാ കാലത്തെയും ട്രെൻഡല്ലേ, നല്ല ഭംഗിയുള്ള വള നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ മൊത്തം ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞു. ശകല സമയം മതി കേട്ടോ, പെട്ടെന്ന് അതങ്ങ് ഒട്ടിക്കോളും. പശ അങ്ങനത്തെ ഒരു പശയാണ്. അപ്പം മൊത്തം ഫുള്ള് ഞാൻ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പം നമ്മുടെ സൂചി കട്ട് ചെയ്ത് കളയരുത്, സൂചി നൂല് അതേപോലെ തന്നെ ഇരിക്കുകയാണ്. അത് വെച്ചിട്ടാണ് ഇതെല്ലാം നമ്മൾ ഒട്ടിച്ച് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ ഒട്ടിച്ചെടുത്ത് അത് നല്ല പോലെ ഒന്ന് ഉണങ്ങട്ടെ. നല്ല പോലെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുന്നിയെടുക്കുകയാണ്. തുന്നിയെടുക്കുകയെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ നിറയെ ഹോളുകളുണ്ടെന്ന്, ഓരോ ഹോളിലൂടെയും ഈ സൂചി വെച്ചിട്ട് ഈ മുത്തിൻ്റെ ഇടയിലൂടെ നമ്മൾ തുന്നിയെടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ വള നല്ല ടൈറ്റായിട്ടും നല്ല ബലത്തോടു കൂടിയും നന്നായിട്ട് കുറേ നാൾ ഇരിക്കാനായിട്ട് അത് നല്ലതാണ് അങ്ങനെ തുന്നിയെടുക്കുന്നത്. ചിലവർ ഒട്ടിച്ച് വെച്ചാൽ ഓക്കെ, കുഴപ്പമില്ല, നല്ലതാണ്. എന്നാലും കുഞ്ഞുങ്ങളൊക്കെ അല്ലേ അധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒത്തിരി നാൾ പൊട്ടിപ്പോകാണ്ടൊക്കെ ഇരിക്കാനായിട്ട് നല്ല ബലത്തോടു കൂടി മുത്തല്ലേ, മുത്ത് പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോവാതിരിക്കാനായിട്ട് ഇത് തുന്നി കൊടുക്കണം. ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ തുന്നി കൊടുക്കണം. കണ്ടില്ലേ,
ഇടയിലൂടെ തുന്നി നല്ലപോലെ ഒട്ടിയതിന് ശേഷം തുന്നണേ, അല്ലെങ്കിൽ മുത്തിങ്ങ് പോരും. തുന്നി കഴിയുമ്പോഴും അങ്ങനെ ഒരു തുന്നലോ ഒരു നൂലോ അവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. അതേപോലെ നമുക്ക് എല്ലാ ഹോളുകളിലൂടെയും എന്ത് ചെയ്യണം, തുന്നിയെടുക്കണം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. 5 മിനിറ്റിനുള്ളിൽ ഒരു വള തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. കണ്ടില്ലേ, നല്ലപോലെ ടൈറ്റ് ചെയ്ത് മുറുക്കി പിടിച്ചോണേ, തെന്നിപ്പോവാതെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് എല്ലാ ഹോളിലൂടെയും പയ്യെ പയ്യെ തുന്നി എടുക്കണം. നൈലോൺ ത്രെഡ് ആണെങ്കിൽ കുറച്ചും കൂടെ ഇൻവിസിബിൾ ആയിരിക്കും, അങ്ങനെ ഒരു നൂല് അവിടെ ഉണ്ടെന്ന് അറിയില്ല. സാധാ നൂലാണെങ്കിലും കുഴപ്പമില്ല, എംബ്രോയ്ഡറി നൂലാണെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ ഹോളിലൂടെയും തുന്നി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വള ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, വീഡിയോയുടെ ലെങ്ത് മൂലം ഞാൻ എല്ലാ ഹോളും തുന്നുന്നത് കാണിക്കുന്നില്ല കേട്ടോ. അത്യാവശ്യം 1-2 എണ്ണം കാണിച്ചു തരാവേ തുന്നിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈ സാധനങ്ങളൊക്കെ വളരെ റേറ്റ് കുറവിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഒരെണ്ണമൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം സക്സസ് ആയി കഴിയുമ്പോൾ നമുക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതേപോലെ മൊത്തം ഹോൾസിൽ കൂടെ നമ്മൾ തുന്നിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വള ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഒരു നല്ല മെത്തേഡാണ് കേട്ടോ, ഇങ്ങനെ തുന്നി വെക്കുന്നത്. ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ആ പശ ഇളകി പോന്നാൽ മുത്തെല്ലാം കൂടെ ഇളകിപ്പോരും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തുന്നി വെക്കുന്നത്. ഇതാ നമ്മുടെ വള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇപ്പോൾ തുന്നലും കൂടെ കഴിഞ്ഞ് നൂലെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കി എന്ത് ഭംഗിയാന്ന്. ഈ വള എല്ലാ കാലത്തും ഒരു ട്രെൻഡല്ലേ, നമ്മുടെ ഗോൾഡിൻ്റെ കൂടെ നമുക്ക് മാച്ച് ചെയ്തിടാം. അങ്ങനത്തെ ഒരു ഭംഗിയുള്ളൊരു കല്ലാണ്. അതേപോലെ നമ്മൾ കരിമണിയുടെ കല്ലും ഏത് കല്ലും വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം. ഏത് ബീഡും വെച്ചിട്ട് ചെയ്ത് നോക്കാം, പേളാണെങ്കിലും ചെയ്ത് നോക്കാം. ഓക്കെ, എനിക്കിപ്പോൾ ഒത്തിരി ഓർഡേഴ്സ് വരുന്നൊരു വളയാണ് ഇതിൻ്റെ പേളിൻ്റെ ബീഡ് വെച്ചിട്ടുള്ളത്, ഇതേപോലെ കരിമണി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഗോൾഡൻ ബീഡും കൂടെ മിക്സ് ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു വള കിട്ടും. അപ്പം ഈ സാധനങ്ങളെല്ലാം ക്രാഫ്റ്റ് ഷോപ്പുകളിൽ നമുക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും, ഓൺലൈനിലാണെങ്കിലും വാങ്ങിക്കാൻ പറ്റും. താല്പര്യമുള്ളവർ ഇതൊക്കെ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.